ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര വിശേഷങ്ങളാണ്. രണ്ടുപേരും നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അത് ആരൊക്കെയാ നോക്കിക്കോണം വീഡിയോ കാണുമ്പോൾ കേട്ടോ. അപ്പം അതാണ് ഇന്നത്തെ മെയിൻ വിശേഷങ്ങൾ പറഞ്ഞാൽ. പിന്നെ നമ്മുടെ പാചകവും അടിച്ചു പൊളിക്കുക കേട്ടോ. അതുകൊണ്ട് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് നേരത്തെ പോയേക്കാം. ഇന്ന് രാവിലെ തിരക്കിലാണ്. ഇന്ന് എൻ്റെ 2 ചേച്ചിമാരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അവളുമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കയിൽ. അവരങ്ങനെ അവിടെ വെക്കാറില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അന്ന് ഇവിടെ വരുമ്പോൾ ഉണക്കയിലേയും മാങ്ങയൊക്കെ വെക്കാമല്ലോ എന്ന്. ഉണക്കയിലേയും മാങ്ങയും ചക്കക്കുരു എല്ലാം കൂടി ഇട്ട് ഒരു കറി വെക്കുവാണ്. രാവിലെ പുട്ട് അവർ കഴിച്ചിട്ടാണ് വരുന്നത്. രാവിലെ കാപ്പി കുടിച്ചിട്ടേ വരത്തുള്ളൂ. നമുക്കിവിടെ പുട്ടും കടലക്കറിയാണ്. അങ്ങനെ നമ്മുടെ ഉണക്കയിലെ കറി അങ്ങനെ റെഡിയായി രാവിലെ തന്നെ കേട്ടോ. കണ്ട അവിയലക്കറി. അടുത്ത സെക്ഷൻ അവിയലിലോട്ട് പോയി. അവിയലിനുള്ള എല്ലാം ഞാൻ രാവിലെ തന്നെ അരിഞ്ഞ് അടുപ്പത്തോട്ട് വെച്ചു. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ അവിയൽ ചേർത്തു അടച്ച് വെച്ചേക്കുമായിരുന്നു. ചേർത്ത് ഒന്നുകൂടെ എല്ലാം കൂടെ യോജിക്കാൻ വേണ്ടിയിട്ട് അരപ്പും കറിവേപ്പില എല്ലാം ഇട്ടു. ഇനി താത്ത് വെച്ച് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ വെച്ചാൽ നമ്മുടെ അവിയൽ റെഡി. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പം നമ്മൾ എന്തൊക്കെ വെച്ചു? നമ്മൾ അയിലയും മാങ്ങയും കറി വെച്ചു, അവിയൽ വെച്ചു. ഇനി നമുക്ക് മെഴുക്കുരട്ടിയിലിട്ട് പോകാം. വെണ്ടയ്ക്ക അരിഞ്ഞതാ മെഴുക്കുരട്ടിക്ക് അടുപ്പത്ത് ഇട്ടു. പിന്നെ നമുക്ക് ഇതൂടങ്ങ് വറുത്ത് വെച്ച പണി കഴിച്ചു. അപ്പൊ രാവിലെ തന്നെ എന്റെ കുളിയെല്ലാം കഴിഞ്ഞു. എന്റെ ജോലി പകുതി മൊത്തവും തീർന്നെന്ന് പറയാം. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി അങ്ങനെ കാണാവോ നിങ്ങൾക്ക്? വെണ്ടയ്ക്ക മെഴുക്കുരട്ടി കരിമീനും വറുക്കാനൊക്കെ അങ്ങനെ മൂത്തോണ്ടിരിക്കുന്നു. പിള്ളേരെല്ലാം കുളിക്കുന്നു. ഇന്ന് ഭയങ്കര സന്തോഷ ദിവസമാണ്. കാരണം 2 പേരിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട്. അതാരാന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ. എൻ്റെ ചേച്ചിമാരാണ് കേട്ടോ. 2 പേരോട് ഇന്ന് വരുന്നുണ്ട്. അപ്പൊ എല്ലാ പണിയും തീർത്ത് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇച്ചിരി ജ്യൂസ് കൂടെ ഉണ്ടാക്കി വെച്ചാൽ മതി. വരുന്നുടനെ ചേച്ചിമാർക്ക് ജ്യൂസ് കൊടുക്കാം. അപ്പൊ അതും കൂടെ എനിക്ക് ഉണ്ടാക്കി വെച്ചാൽ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ അതുകൂടെ കലക്കി വെക്കട്ടെ. അപ്പം ഞങ്ങൾ പുട്ടും പഴവും കടലക്കറി എല്ലാം കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകും. ഒരാൾ കുഞ്ഞാവ ഇവിടെ ഇരിപ്പുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ. ഒരു കുഞ്ഞാവ ഇവിടെ കഴിക്കുന്നു. ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കട്ടെ. അവർ അച്ഛനും മോനും കൂടെ വണ്ടിക്ക് അടുത്ത ഒരു കോട്ടിങ്ങിന് പോവുകയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്നോട് ചോദിച്ചാൽ. അപ്പോൾ അതിന് പോകാൻ പോവുകയാണ്. അത് 3 മണിക്കൂറേ ഉള്ളെന്നാണ് പറഞ്ഞത്. 3 മണിക്കൂർ കഴിയുമ്പോൾ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പോയിച്ച് വരട്ടല്ലേ. നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് പോകാം. അവരെ 2 പേരെ യാത്രയാക്കിയിട്ട് ഞാൻ കയറി പോവാമെന്ന് വിചാരിച്ചു. പോയിച്ചോ. പോയച്ചോട്ടവര് എല്ലാരും അമ്മ എന്തിയേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മ അതെ ഇന്ന് പേപ്പറൊക്കെ വായിക്കുക. കുഴപ്പമൊന്നുമില്ല. ക്ഷീണത്തിനൊക്കെ ഇത്തിരി കുറവുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ആശുപത്രിയിലൊക്കെ പോയേക്കുമായിരുന്നു. അപ്പം 10 ദിവസത്തെ ഗുളിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് ക്ഷീണം കുറഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് മക്കള് വരും. ഒന്ന് ഒരു മോള് ഇവിടെ ഉണ്ട്, 2 വരും. എന്നെ വേണ്ടെന്ന് കേട്ടോ. എന്നെ വേണ്ടല്ലേ? ജീവിതം ഇല്ല. എന്നെ അടുത്ത് നിന്നിട്ട് എന്നോട് പറയുന്നതാണ് കേട്ടോ. ജീവിതം ഇല്ലെന്നൊക്കെ പറയുന്നു കേട്ടോ. പാവമ്മ ഇന്ന് 2 പേരൂടെ വരുന്ന അവരെ എപ്പോഴും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുക കേട്ടോ. ഞങ്ങള് എല്ലാ പണി എന്റെ കഴിഞ്ഞു. എനിക്കിനി മെഴുക്കോർട്ടിയും കൂടെ റെഡി ആയാൽ മതി കേട്ടോ. ഞാൻ എന്റെ തലമുടിയൊക്കെ പോയി ചീകി ക്ലിപ്പൊക്കെ കുത്തി ചേച്ചിമാര് വരുന്നതും കാത്ത് അങ്ങനെ ഇരിക്കുക. എന്ത് രസമല്ലേ? നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അവര് വരുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് വരുമ്പോ തന്നെ അല്ല, ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ സങ്കടവും വരും അല്ലേ. നമുക്ക് നേരത്തെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കും എന്ന് പറഞ്ഞാൽ സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പോയല്ലോ
എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞങ്ങൾ 3 പേരുടെ ഒരു റൂമില്, ഇപ്പൊ ഞങ്ങളുടെ റൂമില്ലേ അതിനകത്തായിരുന്നു ഞങ്ങൾ 3 പേരുടെ കിടക്കുന്നതും. എന്റെ ദൈവമേ, ഞാൻ ഇളയതായതുകൊണ്ട് എന്നെ ഭിത്തിയുടെ റൂമിലെ കിടത്തത്തുള്ളൂ. അച്ഛൻ പറയും നീ വീഴും അരി കിടന്നായിരുന്നു. എന്തോ അല്ലെ, എന്ത് രസമായിരുന്നു. അച്ഛനും ഒക്കെ അങ്ങ് പോയി. ഓ, ഇപ്പൊ എന്ത് രസമായിരിക്കുന്നു അല്ലെ. എല്ലാവരും അവനവന്റെ വീട്ടിനകത്ത് ഒതുങ്ങി കൂടുവാണ്. പണ്ടൊക്കെ ഇങ്ങനാണോ? നമ്മളെല്ലാം കളിക്കാനൊക്കെ ഇറങ്ങത്തില്ല അല്ലെ, വേറെ എങ്ങോട്ടും വിടത്തില്ല. ഞങ്ങളെ അച്ഛന്റെ വീട് കുറച്ചങ്ങ് മാറിയായിരുന്നേ. അവിടെ ഇപ്പൊ അച്ഛന്റെ പെങ്ങളുടെ മകനും ഭാര്യയൊക്കെ താമസിക്കുന്നത്. അപ്പൊ അവിടെ അച്ഛന്റെ ഒക്കെ കുടുംബം അതായിരുന്നു. അപ്പൊ അവിടെ അച്ഛന്റെ അനിയന്റെ മോള് ശ്രീ അനിത, ഞങ്ങളന്ന് ടൂറിന് ഇവിടെ പോയില്ലേ, മൂകാംബിക പോയില്ലേ, അനിത അവളൊക്കെ ആയിരുന്നു അവിടെ താമസിച്ചോണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് രസമായിരുന്നറിയാം. ഞങ്ങള് കളിച്ച് ഊഞ്ഞാലൊക്കെ കെട്ടി. അച്ഛന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പെൺപിള്ളേർക്ക് ഊഞ്ഞാലും ഒക്കെ കെട്ടി വേറെ എങ്ങോട്ടും വിടത്തില്ല, അവിടെ മാത്രമേ വിടത്തുള്ളൂ. പിന്നെ എന്റെ കൂട്ടുകാരിയുടെ വീടില്ല, തൊട്ടപ്പുറത്ത് രേഖ, അവളുടെ അവിടെയും വിടും, വേറെ ഒരു വീട്ടിലും വിടത്തില്ലായിരുന്നു. അങ്ങനെ നമ്മള് ശരിക്കും പറഞ്ഞ എന്താ അല്ലെ, തൊടലിപ്പഴോ ചുണ്ടങ്ങായോ എന്തൊക്കെയോ പറിച്ചു തിന്നും. ഇന്നിപ്പോ പറിച്ചു തിന്നു കഴിഞ്ഞാലോ അതൊക്കെ വിഷമാണ്. വിഷമാക്കുന്നതാണോ വിഷം? എല്ലാരും പേടിപ്പിച്ച് വിഷമാന്ന് പറയുന്നതാണോ? അന്നൊന്നും ആരും പേടിപ്പിക്കാനും ഇല്ല, ഒന്നുമില്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത്, പിന്നെ വട്ടയില എടുത്ത്, നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? വട്ടയില എടുത്ത് ഞാനും ഈ ചേച്ചിയും കൂടെ ഈ ബാഗ് ഉണ്ടാക്കും. എന്റെ കൂട്ടുകാരി എല്ലാം ഉണ്ട്, ബാഗ് ഉണ്ടാക്കുവേ. ഇങ്ങനെ സൈഡിൽ കൂടി ഇറുക്കിൽ കുത്തി ബാഗാക്കി. പല അറകളുണ്ട് ബാഗിന്. ആ ബാഗ് എല്ലാം തൂക്കി വലിയ പത്തലിന്റെ ഇലയില്ലേ, കൊന്നപ്പത്തലിന്റെ, അതാണ് പൈസ. അത് പൈസയൊക്കെ അതിനകത്തോട്ട് ഇട്ട് എന്നതാ അല്ലെ സത്യം പറഞ്ഞ. പിന്നെ അച്ഛന്റെ അനിയന്റെ മകന്, ഈ അനിതയുടെ ആങ്ങള, പിന്നെ ഞങ്ങളുടെ അച്ഛൻ വീട്ടുകാർ തൊട്ടപ്പുറത്തോട്ട് ദിലീപ് എന്നൊക്കെ പറയുന്നത്. ദിലീപ് തന്നെ ഇഷ്ടം എന്നറിയാവോ? ദിലീപ് എന്റെ മൂത്തതാ. പക്ഷെ ഞങ്ങൾ അന്ന് തൊട്ട് ദിലീപ് എന്നൊക്കെ വിളിച്ച് ദിലീപേന്ന് ഇപ്പോഴും വിളിക്കുന്നത്. അപ്പൊ ദിലീപിന് കട നടത്തുന്ന ഇഷ്ടം പണ്ട്. എന്നിട്ട് ദിലീപും അച്ഛന്റെ അനിയന്റെ മോനും ഞങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കുന്നു എന്നതോ അല്ലേ. അന്ന് ഈ ഓരോ ചിന്തകളൊക്കെ ഉണ്ടല്ലേ. നമ്മള് കല്യാണമൊക്കെ കഴിച്ച് താമസിക്കത്തില്ലേ. എന്നിട്ട് ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് അരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അതൊക്കെ ഞങ്ങൾ അച്ഛന്റെ വീട്ടിൽ പോയാ ഓരോന്നൊക്കെ ചെയ്യുന്നേ. അടുപ്പൊക്കെ കത്തിക്കും, ചെറിയ ചുള്ളിക്കമ്പെല്ലാം വെച്ച്. അതാണ് പെൺപിള്ളേരുടെ ഓരോ ലീലാവിലാസം. അന്ന് തൊട്ടേ അടുപ്പ് കത്തിക്കാൻ ദൈവം തന്നേക്കുന്നല്ലേ ശരിക്കും പറഞ്ഞ. മെഴുക്കോരുടെ എന്നിട്ട് അടുപ്പെല്ലാം കത്തിച്ച് കട്ടെടുക്കുമ്പോ ഇച്ചിരി അരി എടുത്ത് അകത്തുനിന്ന് എടുത്തോണ്ട് വരും അച്ഛൻ. ഈ കുഞ്ഞു പാത്രങ്ങളില്ലേ മൺകലത്തിന്റെ, പല രീതിയിൽ നമ്മളിങ്ങനെ ഓരോന്നുണ്ടാക്കി അപ്പൊക്കെ ഉണ്ടാക്കി കളിക്കുന്നത്, അതിനകത്ത് ഈ അരിയെല്ലാം ഇട്ട്. പിന്നെ നമുക്ക് ആറ്റുമാലിലൊക്കെ ഇവിടെയൊക്കെ നിറച്ച് കൃഷി ഉണ്ടായിരുന്നു, അച്ചിങ്ങ പയറൊക്കെ. അതിൽ നിന്ന് ഒടിച്ചെടുത്ത് അതൊരു മെഴുക്കോരട്ടിയൊക്കെ വെച്ചു. ഞങ്ങളെല്ലാം കൂടെ നിരന്നിരുന്ന് ചോറ് അതെ കുഞ്ഞലക്കകത്ത് വെച്ച് ചോറൊക്കെ വിളമ്പി കളിക്കുകയാണെ. ചോറൊക്കെ എന്നിട്ട് അതൊക്കെ കഴിക്കും. മാങ്ങ ഒരെണ്ണം എടുത്തിട്ട് മാങ്ങാക്കറി വെക്കും. അന്ന് തൊട്ടേ ഈ കറി വെക്കാനുള്ള പ്രവണത ഉണ്ടല്ലേ, കൊച്ചുനാള് മുതലേ. ശരിക്കും അതൊക്കെ ഓരോ നിഗമന അല്ലേ ശരിക്കും. കറിയെല്ലാം വെച്ച് പിന്നെ ഊണെല്ലാം കഴിഞ്ഞിട്ട് എന്നായെന്നറിയാവോ, നമ്മുടെ വീട്ടിൽ ഏത് സാഹചര്യത്തിലാണോ അച്ഛനമ്മമാര് കഴിയുന്നതെന്ന് വെച്ചാൽ അത് കണ്ട് വളർന്നാണ് നമ്മൾ ഈ ജോലി ഇങ്ങനെയുള്ള കളികളിലോട്ട് പോകുന്നതും. എന്നിട്ട് എന്റെ അച്ഛനും അമ്മയും എങ്ങനെയാ വെച്ചാൽ ഊണും കഴിഞ്ഞിട്ട് അവര് കയറി കുറച്ചു നേരം കിടന്ന് ഉറങ്ങുമായിരുന്നേ. അപ്പൊ ഞങ്ങൾ അത് കണ്ടല്ലേ വളരുന്നത്. ഞങ്ങളപ്പ ആ സമയം ഞങ്ങളെ കളിക്കാൻ, ഞങ്ങളെ പമ്മി അച്ഛനൊക്കെ ഉറങ്ങുന്ന സമയം തൊട്ടപ്പുറത്തല്ല അച്ഛന്റെ വീട്, അങ്ങോട്ട് പതുക്കെ എടി വിജയ എന്നൊക്കെ വിളിക്കും. അപ്പൊ ഞങ്ങൾക്ക് കേൾക്കാം. ഞങ്ങൾ ഒറ്റ ഓട്ടം ഓടിയിട്ട് ഇവിടെ വന്നിട്ട് എവിടെ അടുക്കും അവിടെ, ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ അവിടുന്ന് ഓടി വരുന്നത്. വേറെ എങ്ങും നമ്മൾ പോത്തില്ലല്ലോ, അവർക്കും അറിയാം എങ്ങും പോത്തില്ല. എന്നാലും അവർ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇവർ കിടന്നുറങ്ങുന്ന കണ്ടിട്ടായിരിക്കും അവർ. പക്ഷെ ഞങ്ങൾ കുഞ്ഞിലെ ഈ കഴിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൊലാഞ്ഞിലില്ലേ അത് വെച്ച് തൂത്തുവാരുവേ. എന്നിട്ട് വീടുണ്ടാക്കാന്ന് പറഞ്ഞാൽ 4 കാലൊക്കെ ഇട്ട് വലിയ പത്തലൊക്കെ വെച്ച് വീടൊക്കെ ഉണ്ടാക്കി. മേളിൽ നല്ല അടിപൊളി ഷീറ്റൊക്കെ, അത് ആണുങ്ങളായിട്ട് നനിച്ചേട്ടനും ദിലീപും ഒക്കെ. എന്നിട്ട് വീടുണ്ട്, അതിനകത്ത് ഞങ്ങൾ താമസിക്കുന്നത്. എല്ലാരും കൂടെ കയറി അതിനകത്തിരിക്കും. എന്നിട്ട് കൊലാഞ്ഞിലൊക്കെ വെച്ച് ഊണ് കഴിഞ്ഞിട്ട് തൂത്തൊക്കെ വൈകിട്ടാകുമ്പോ 4 മണിയൊക്കെ ആകുമ്പോ തൂത്തൊക്കെ വാരിയിട്ട് എല്ലാരും ഓരോ ചാക്കൊക്കെ ഉണ്ട്, ചാക്കൊക്കെ ഇട്ടിട്ട് അവിടെ കിടക്കും, ഇരിക്കും ചുമ്മാ ഇങ്ങനെ. എന്നതാ
അല്ലെ ശരിക്കും. അതായത് റെസ്റ്റ് എടുക്കും. അച്ഛന്റെ അമ്മയുടെ ആ റെസ്റ്റ് എടുക്കൽ നമ്മൾ കണ്ടു. അതാണ് റെസ്റ്റ് എടുക്കുന്നത്. അങ്ങനെ റെസ്റ്റും എല്ലാം എടുത്ത പിന്നെ ഞാനും അപ്പുറത്തെ അവളും കൂടെ ഭയങ്കര രസം, ഭയങ്കര കൂട്ടം. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഈ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ നടക്കും. ഉച്ചയാകുമ്പോ എന്നെ ഇവിടെ വന്നിട്ട് അവളുടെ അച്ഛനേക്കാളും അച്ഛൻ ഇച്ചിരി ഭയങ്കര ഇടയ്ക്കൊക്കെ ഒന്നും ഭയങ്കര ദേഷ്യമൊക്കെ പോകും. അപ്പൊ ഞങ്ങൾ പമ്മി ഇവിടെ വരും. ഇവിടെ അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങും, അവിടെ അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങത്തില്ല. ഇവിടെ കിടന്നുറങ്ങുന്ന സമയങ്ങൾ ബൂസ്റ്റ്, ബോൺവിറ്റ ഒക്കെ അന്നും മേടിക്കുമായിരുന്നു കേട്ടോ. നമ്മള് വലിയ വലിപ്പം പറയാം, അച്ഛനാണ് അന്നും ഇവിടെ മേടിക്കുമായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ പാൽക്കാപ്പി കുടിക്കത്തേ ഇല്ലായിരുന്നു. അവളുമാർ ഇന്നും പാൽക്കാപ്പി കുടിക്കത്തില്ല, കട്ടൻ കാപ്പിയിലിട്ട് ബൂസ്റ്റും ഇതൊക്കെ കഴിക്കാനും. ബോൺവിറ്റ എന്തായിരുന്നു, ഹോർലിക്സ് ഇഷ്ടമില്ല, അത് പാലിന്റെ ചവ വരുന്നുണ്ട്, അത് ഇഷ്ടമില്ല. ബൂസ്റ്റും ബോൺവിറ്റയൊക്കെ അച്ഛൻ മേടിക്കും. എന്നിട്ട് ഞാനും അവളും കൂടെ, രേഖയില്ല, അവളും കൂടെ ഉച്ചയ്ക്ക് ഇവിടെ ഉറങ്ങുന്ന സമയം ബോൺവിറ്റ ഒക്കെ ഉരുട്ടി എടുത്തിട്ട് ഞങ്ങൾ പമ്മിപ്പോയി പറമ്പിപ്പോയി ചാക്കൊക്കെ ഇട്ട് എടപ്പാ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം അച്ഛാന്നും പറഞ്ഞ് ഞങ്ങൾ പോകും. ഇവര് കിടന്ന് ഉറങ്ങുമല്ലേ. അങ്ങനെ ഇരുന്ന് കളിക്കുന്നൊക്കെ അവർ കണ്ടിട്ടുള്ള. പിന്നെ കുറെ പുളിയില്ലേ, വാളംപുളി, അതെല്ലാം ഉരുട്ടി കുറെ ഉപ്പും എല്ലാം എടുത്ത് അവിടെ പോയി തച്ചിനിരുന്ന് ഞങ്ങളുടെ പറമ്പിൽ ഇരുന്നത് തീറ്റിയാ. അന്നൊരു ലൂസ് മോഷനും ഒന്നും വരത്തില്ല അല്ലെ, ഇന്നും വരത്തൊന്നുമില്ല ഞങ്ങൾക്ക് അങ്ങനത്തെ പടി. ഞാൻ ഇപ്പോഴും അതൊക്കെ തിന്നും. എന്നിട്ട് മേളി എണ്ണാക്കുണ്ടല്ലോ പൊട്ടും, ഈ ഉപ്പും ഇതുമെല്ലാം കൂടെ തിന്നും. അങ്ങനെ കാലം ഒരു വല്ലാത്ത കാലം തന്നെ. എന്നാ രസമായിരുന്നു എൻ്റെ ദൈവമേ. എനിക്ക് ചില ദിവസം എനിക്ക് സങ്കടം വരുവേ. ഐച്ചേച്ചിയും ബീച്ചേച്ചിയൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് രസവും എന്ത് രസമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ആ കാലവും അച്ഛനൊക്കെ എന്ത് രസമായിട്ട് നമ്മളെയൊക്കെ വളർത്തി ഇത്രയാക്കിയതും, എന്നിട്ട് അവരൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പം മനസ്സിന്റെ ഉള്ളിലൊരു വല്ലാത്തൊരു വിഷമൊക്കെ തോന്നുന്ന സമയങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അല്ല അവളുമാരാണെങ്കിലും ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചു പോകും. അവരും ഇതൊക്കെ എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഞാനാണ് അവൾമാരെ എല്ലാത്തിൻ്റെയും രക്ഷിക്കുന്നത്. അതായത് ലുട്ടുലുടുക്ക് പണികൾ അവരൊപ്പിക്കും, ഞാൻ അവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കും. അങ്ങനെ എന്നാ രസമായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്നിപ്പം പിള്ളേരെ മക്കളെ ഓരോ അമ്മമാരും ഇറക്കത്തുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധമില്ലാത്ത കാലമായി. ഇതൊക്കെ ചീത്ത തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. ശരിയല്ലേ പറയുന്നത്? എന്താന്ന് പറഞ്ഞാലും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള പിള്ളേരാണേലും നമ്മള് അകന്നുള്ള പിള്ളേർ എല്ലായിടത്തും പോണ്ട. നമ്മുടെ അയൽവക്കത്താണെങ്കിലും അപ്പുറം ഇപ്പുറയൊക്കെ താമസിച്ചുകൊണ്ട് പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിട്ട് മിങ്കിൾ ചെയ്യണം അല്ലേ. അന്നെങ്കിലേ അവർക്കൊക്കെ ഒരു നല്ലൊരു എവിടെ ചെന്നാലും ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ജീവിച്ചവർക്കാണ്. നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചോണ്ട് നമുക്ക് നല്ല മനുഷ്യത്വമല്ലേ ശരിക്കും പറഞ്ഞ അല്ലേ. എല്ലാവരെയും കണ്ടും കേട്ടും നല്ലതായിട്ട് വർത്താനം പറഞ്ഞും അങ്ങനെ അങ്ങനെ മിങ്കിൾ ചെയ്ത് ജീവിച്ചെന്നോർത്ത് ആരും എങ്ങും ഇറങ്ങിപ്പോത്തില്ല. നമ്മൾ അതോർത്ത് പേടിക്കരുത് അല്ലെ. നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് എല്ലായിടത്തും വിട്ട് അവർക്ക് മനസ്സിലാകണം ഇതെങ്ങനൊക്കെ പോയാൽ ഇങ്ങനെയൊക്കെയാണ് അല്ലെ. മനസ്സിലായെങ്കിൽ മാത്രമേ അതിനകത്ത് രക്ഷയുള്ളൂ. ശരിക്കും ഞാനാണെങ്കിൽ എൻ്റെ മക്കള് ഇവന്മാര് എല്ലായിടത്തും വിടുന്നുണ്ട്. കാരണം അവര് നടക്കട്ടെ എന്നും പറഞ്ഞ് അഴിച്ചങ്ങ് കൊച്ചുനാളി വിടും അല്ലെന്ന് അങ്ങനല്ല ഞാൻ പറഞ്ഞത്. സ്ട്രിക്റ്റ് ചെയ്യേണ്ടത് സ്ട്രിക്റ്റ് ചെയ്ത് വളർത്തണം. അവര് പറയുന്നിടത്ത് കുറച്ചൊക്കെ വിടണം. ഇപ്പൊ നമുക്ക് അവരെ നോക്കേണ്ട കാര്യമില്ല. എന്നാലും ഇളയത് പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കും. എവിടാ പോകുന്നതെന്നൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പൊ ഇനി പോയി ഇരിക്കാൻ പോവാ. ഇതും കൂടെ എന്തൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് ഒരു ചരുവ ജ്യൂസും കലക്കി വെച്ചു. അപ്പൊ ഇനി ഞാന് പോയെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഞാനും അമ്മയും കൂടി ഇങ്ങനെ ചേച്ചിമാരെയൊക്കെ നോക്കി ഇരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ നിതിൻ കൊച്ചൂസ് പറഞ്ഞു, ചേച്ചി എനിക്കെന്താ ചേച്ചി ഒരു ഹായ് തരാത്തെ? എന്റെ നിതിൻ കൊച്ചൂസിന് ചേച്ചിയുടെ വകം ഒരു ചക്കര ഉമ്മയും ഒരു ഹായും കേട്ടോ. അമ്മ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ അമ്മേ. ഓ അമ്മ ബ്ലാങ്കറ്റ്സ് തന്നു കേട്ടോ. എല്ലാവർക്കും തന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകമായിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ. അമ്മയുടെ ഹായും ചക്കരയും ഉമ്മയും കേട്ടോ. അങ്ങനെ അല്ല അവര് വണ്ടി കൊടുത്തേച്ച് തിരിച്ചു വന്നു. ഇവിടെ ഭയങ്കര സംഭാഷണങ്ങളൊക്കെയാണ് കേട്ടോ. ചേട്ടത്തി അനിയത്തി ജൂജുവിനെ കാണാൻ വേണ്ടി, അമ്മയെ കാണാൻ വേണ്ടി എല്ലാരും വന്നു. എന്തോ ദൈവമേ നോക്കിക്കോ. അപ്പൊ എന്നെ വേണ്ടല്ലേ. അപ്പൊ ഞാനിവിടെ ചെല്ലട്ടെ. അപ്പൊ ഞങ്ങളൊക്കെ കേറി പോവാട്ടോ. എല്ലാവരും കേറട്ടെ.
അപ്പം ദേ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വർത്താനൊക്കെ ഇവിടെ നോട്ടം മുഴുവൻ എങ്ങോട്ടാന്നറിയാവോ? അവള് ഇവിടെ വന്നാല് പേരയ്ക്ക എന്നെ അതിന് തിന്നാനുണ്ടോ ഇല്ലയോ നോക്കി നടക്കുക. നോക്കിക്കേ തിന്നത് കേക്കണ്ട കേട്ടോ. പക്ഷെ തിന്നിട്ടുള്ള വണ്ണല്ല അത് കേട്ടോ. ഒന്നും അറിയാത്ത വണ്ണം വെച്ചിട്ടില്ല. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്നിട്ട് നോട്ടം ഇവിടെ പേരയ്ക്ക ജാതിക്ക് എന്ത് പ്രായമുണ്ട്? നമ്മുടെ പ്രായം നമ്മള് കൊച്ചുങ്ങളായിരുന്നപ്പോഴുള്ള ജാതിയായിരുന്നേ. അപ്പൊ അതൊക്കെ കണ്ട് രസിക്കാം. അപ്പൊ ശരി എന്നാ കേട്ടോ. ഇവിടെ അന്താരാഷ്ട്ര ചർച്ചയിലാണ്. നമ്മുടെ രാജു ചെടികളൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഏതാണ്ട് ഒത്തിരി ഉള്ള പോലെ കാണിച്ചു കൊടുക്കുന്നത്. എന്തായാലും കാണിച്ചു കൊടുക്കുന്നുണ്ട് ചെടികളൊക്കെ. ഈ ഇവിടുന്ന് വരത്തില്ല, കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന 2 പേരാണ്. ഒരാള് രാജു പെൻഷനായി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. നമ്മുടെ ചേച്ചിമാർ 2 പേരും കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നേ ഉള്ളൂ. ഒന്ന് ആലപ്പുഴ ഡിപ്പാർട്ട്മെന്റിലും ഒന്ന് ഒന്ന് കടങ്ങറ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നതാണ്. അങ്ങനെ അവരെല്ലാം നോക്കി കണ്ട് എന്റെ ഡിപ്പാർട്ട്മെന്റ് ശരിയാണോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യാൻ വന്നതാ കേട്ടോ. ഇവിടെ ഭയങ്കര പാക്കിംഗ് ആണ്. എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ. പാവങ്ങൾ പെട്രോളൊക്കെ വണ്ടിക്ക് കൊടുത്തിട്ട് വന്നതല്ലേ, അതുകൊണ്ട് എല്ലാം എടുത്ത് വെക്കുക കേട്ടോ. പേരയ്ക്ക, ഓമയ്ക്ക, കോട്ടയംകാരി കപ്പളങ്ങാന്ന് പറഞ്ഞ പാർട്ടി ഓമയ്ക്കായി. എന്തൊരു കാലമാന്ന് പറ. കാലത്തിന്റെ പോക്കെ. ഒരുത്തി കുനിയത്തില്ലെന്നും പറഞ്ഞ് എന്തോ ശപഥം ചെയ്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. അതുകൊണ്ട് പാവം ഓമയ്ക്കെങ്കിൽ ഓമയ്ക്കാന്നൊന്നും പറഞ്ഞോട്ടെ, എന്തെങ്കിലുമൊക്കെ എടുത്തിടട്ടെ. അല്ലേ? അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ എത്ര നാളും കൂടി ഒന്ന് ചോറുണ്ടാണ്ടിരിക്കുന്നത്. അമ്മ അവിടെ ഇരിക്കുകയാണ്, ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞ. അപ്പൊ അമ്മ പറഞ്ഞു എനിക്കത് പ്രാക്ടീസ് ആണ്, ഞാൻ അവിടെ ഇരുന്നോളാന്നും പറഞ്ഞാണ് അമ്മ അവിടെ ഇരിക്കുന്ന. അല്ല എല്ലാരും പറയും കണ്ടോ അമ്മയെ കൊണ്ട് ഇരിക്കുന്നത് കണ്ടോ എന്ന് പറയും. ഞങ്ങളെല്ലാരും കൂടെ കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ